ജീവിതയാത്രയിൽ പലരും നമ്മുടെ കൂടെ വരും. ചിലർ പാതി വഴിയിൽ ഇട്ടുപോകും. അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ അത്രമേൽ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ എന്നെ വിട്ടുപോയത് എന്ന്. ഇതിന് കൃഷ്ണൻ നൽകുന്ന ഉത്തരം ലളിതമാണ്. കൃഷ്ണൻ പറയുന്നു, നിന്റെ ജീവിതത്തിൽ ആര് വരണമെന്നും ആര് നിൽക്കണമെന്നും തീരുമാനിക്കുന്നത് നിന്റെ പ്രാരബ്ധ കർമ്മങ്ങളാണ്. എന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ആര് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ചില വ്യക്തികൾ നിന്റെ ജീവിതത്തിൽ നിന്ന് അകലുന്നത് നിന്നെ ശിക്ഷിക്കാനല്ല, മറിച്ച് നിന്റെ വരും കാലത്തെ സമാധാനത്തിന് വേണ്ടിയാണ്. നിന്നോട് ചേരാത്തവർ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കരുത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പലപ്പോഴും തിരിച്ച് നന്ദിയോ സ്നേഹമോ ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ കരുതും, നന്മ ചെയ്തിട്ട് എന്ത് കാര്യം എന്ന്. എന്നാൽ ഓർക്കുക, നന്മ ചെയ്യുന്നത് ഒരു നിക്ഷേപം പോലെയാണ്. നീ ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ ചെടി ഉടനെ നിനക്ക് പഴങ്ങൾ നൽകില്ലായിരിക്കാം. പക്ഷേ സമയം പാകമാകുമ്പോൾ അത് നിനക്ക് തണലും ഫലവും നൽകും. നീ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും പ്രപഞ്ചം രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർ അത് മറന്നാലും ദൈവം അത് മറക്കില്ല. അതുകൊണ്ട് പ്രതിഫലം ആഗ്രഹിക്കാതെ നിന്റെ കർമ്മം ചെയ്യുക. സത്യസന്ധമായി സ്നേഹിക്കാനും സഹായിക്കാനും നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആരെയും തോൽപ്പിച്ചിട്ടില്ല. മറിച്ച് നിന്റെ സ്നേഹം മനസ്സിലാക്കാത്തവർക്ക് നിന്നെയാണ് നഷ്ടപ്പെട്ടത്. സമാധാനമായിരിക്കുക. നിന്റെ നന്മകൾക്ക് അർഹമായ ഫലം തേടി വരിക തന്നെ ചെയ്യും.